ഇതാ ഈ ചട്ടിയിലൊക്കെ എടുക്കുന്ന ഈ ഒരു ഐറ്റം എന്ത് നിങ്ങൾക്ക് മനസ്സിലായാ? നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തി പൊരിച്ചതെന്നോ വറ്റിച്ചതെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഇത് തിന്ന എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ എന്നോട് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് തിന്ന ഒരു ഫീലാണ് കിട്ടുന്നതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് തൃപ്തിയായി. കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോ കുറേ പ്രാവശ്യം കണ്ട് സേവ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ മത്തി കെട്ടിയപ്പോൾ ഇതാ ആ ചാൻസിൽ കയറി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി, എന്തായാലും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അരച്ച മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡറായിട്ടുള്ള നമ്മൾ സാധാരണ മുളക് പൊടിയില്ല, അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടെടുത്താലും മതി. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പൊതുവെ ഇങ്ങനെ അരച്ച മുളകാണ് എടുക്കൽ. പിന്നെ ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി നല്ലോണം ചതച്ചതിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഉള്ളി അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയാണ് ഒന്നും കൂടി ടേസ്റ്റ്. നമ്മൾ പൊതുവെ അത് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഈ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്തിന്. പിന്നെ കറിവേപ്പില ഇട്ടെടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നെല്ലിക്കൻ്റെ അത്രയും വലുപ്പത്തിലെ പുളി എടുക്കുക. എന്നിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടി ഇട്ടെടുക്കുക. ആൻഡ് ഫൈനലി ഇതിലേക്ക് നമ്മൾ മത്തി ഇട്ടെടുക്കുക. മത്തിൻ്റെ മുട്ടയും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മസാല എല്ലാം നമ്മളെ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ ആ ഒരു മസാല എടുത്ത് മീനിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മീൻ പൊട്ടിപ്പോവാണ്ട് നോക്കണം. എന്നിട്ട് ഒരു ഭാഗം കുക്കാവുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ഭാഗം കുക്കാവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കുക. ഒരു പ്ലേറ്റ് ചോറിലേക്ക് ഇന്ന് ഒരു മത്തി മാത്രം മതിയിട്ടാ. ആ ഒരു പ്ലേറ്റ് മൊത്തം കാലിയാവാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക.